നമസ്കാരം, എല്ലാവർക്കും രശ്മി സാൻ്റെ റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റൻ്റായി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി കാണാം. വറുത്ത അരിപ്പൊടി വെച്ചിട്ടും പച്ച അരിപ്പൊടി വെച്ചിട്ടും അരി അരച്ചിട്ടും നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ വറുക്കാത്ത പച്ച അരിപ്പൊടി വെച്ചിട്ടുള്ള ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കുന്നത്. ഇത് 1/2 കിലോ പച്ചരി, അതായത് 2.5 കപ്പ് പച്ചരി വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് പുട്ടിന് പൊടിക്കുന്നത് പോലെ തരിയോടുകൂടി പൊടിച്ചെടുത്തിരിക്കുന്ന പൊടിയാണ്. പൊടിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊരു 4.5 കപ്പോളം പൊടിയുണ്ട്. ഇതിവിടെ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഉണ്ണിയപ്പത്തിലേക്കുള്ള ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ഒരു 450 ഗ്രാമാണ് വേണ്ടത്. ഇതൊന്ന് അലിഞ്ഞു കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്കൊരു 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ഒന്നങ്ങ് ഉരുക്കിയെടുത്താൽ മതി, ഒരുപാടങ്ങ് ഉരുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശർക്കര ഇപ്പോൾ ഇവിടെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഉണ്ണിയപ്പത്തിലേക്കുള്ള തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായ ഒരു ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ തേങ്ങ ചെറുതായി ഒരേ കനത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നത് ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് പാനിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ ഉണ്ണിയപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ ചിരകിയത് കൂടെ ചേർത്തിട്ട് അതും ഒന്ന് ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇത് ഒരുപാട് കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഉണ്ണിയപ്പത്തിലേക്ക് ഇതേപോലെ തേങ്ങ വറുത്തിടേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഇതേപോലെ തേങ്ങ വറുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണിയപ്പത്തിന് പ്രത്യേക ഒരു സ്വാദായിരിക്കും. അതേപോലെ തേങ്ങക്കൊത്ത് അരിയാൻ മടിയുള്ളവർക്കും ഈ ഒരു രീതി ഫോളോ ചെയ്യാവുന്നതാണ്. ഇതും കരിഞ്ഞു പോകാതെ പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി പഴം ഒന്ന് അടിച്ചെടുക്കണം. ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ട് പാളയംകോടൻ പഴമാണ് എപ്പോഴും നല്ലത്, അതായത് മൈസൂർ പഴം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 7 പഴം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തോലൊന്ന് കളഞ്ഞിട്ട് മിക്സിന് ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ റവ വറുക്കാത്തതാണ്. ഇനി വറുത്തതായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഒറ്റ തവണ മാത്രം ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ റവേൻ്റെ തരിയൊക്കെ ഒന്ന് നമുക്ക് ഇതിലേക്ക് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടും. ഇപ്പോൾ നമ്മൾ അരിപ്പൊടി എടുത്തു വെച്ചു, ശർക്കര ഉരുക്കിയും വെച്ചു, പിന്നെ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്, പഴം അരച്ചും വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഉള്ളൊരു മിക്സിംഗ് ആണ്. അതിന് മുൻപായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് 4 ടേബിൾ സ്പൂൺ വീതം ഗോതമ്പ് പൊടിയും മൈദയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഉണ്ണിയപ്പം നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ ഒരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി നല്ല ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടുള്ള ശർക്കരപ്പാനി ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഒഴിച്ചതിന് ശേഷം വേഗം തന്നെ ഒന്ന് പൊടിയായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ പൊടി ഒന്ന് കട്ട പിടിച്ചു പോവേ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കരപ്പാനി അരിച്ചിട്ട് വേണേൽ ഒഴിക്കാൻ, അതല്ലെങ്കിൽ ചിലപ്പോൾ അതിലെ കരടൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് അരിച്ചിട്ട് ഒഴിച്ചാൽ മതി. ഓരോരുത്തർക്കും വേണ്ട മധുരത്തിൻ്റെ അളവ് വ്യത്യാസമായിരിക്കുമല്ലോ. ഞാനിപ്പോൾ ഒരുക്കിയിരിക്കുന്നത് മുഴുവൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ മിക്സ് ചെയ്തിട്ട് മാവ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് വേണമെങ്കിൽ മാത്രം ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും തേങ്ങ വറുത്തതും കൂടെ ചേർക്കുക. പിന്നെ 1.5 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും, 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളും, 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏലക്കായ പൊടിച്ചതില്ലെങ്കിൽ നമ്മൾ അരി പൊടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടി ഒരു 15 ഏലക്കായും കൂടി ചേർത്തിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ മാവ് ഇച്ചിരി ടൈറ്റാണ്. അപ്പോൾ ഇതൊന്ന് ലൂസാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ശർക്കര ഉരുക്കിയിരുന്ന പാത്രമില്ലേ, അതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ശർക്കര ഉരുക്കിയ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാവിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ വെള്ളത്തിൻ്റെ പച്ചസ്വാദ് പെട്ടെന്ന് അങ്ങനെ അറിയില്ല. ഇപ്പോൾ മാവ് പാകത്തിന് ലൂസായിട്ടുണ്ട്. നമ്മൾ ഇഡലി മാവൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ അത്രയും ലൂസായിട്ട് വേണം കലക്കിയെടുക്കാൻ. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ തന്നെ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ഉണ്ണിയപ്പ ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ചട്ടി നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓരോ കുഴിയിലേക്കും 3/4 ഭാഗത്തിന് മുകളിൽ എണ്ണ വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം.
ഇനി എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം മീഡിയത്തിലേക്ക് വെച്ചിട്ട് ഓരോ കുഴിയിലേക്ക് മാവ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. എല്ലാ കുഴിയിലും ഒരു 3/4 ഭാഗത്തോളം മാത്രം മാവ് മതിയാകും. ഇനി ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഉണ്ണിയപ്പം ചട്ടിയിൽ നിന്ന് പതുക്കെ വിട്ട് വരാനായിട്ട് തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ഭാഗം ബ്രൗൺ കളർ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം അനുസരിച്ച് ആദ്യം ബ്രൗൺ കളറായി വരുന്നത് വേഗം തന്നെ മറിച്ചിട്ട് കൊടുക്കുക. ഇനി ആ ഭാഗം ഒന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ണിയപ്പം എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. കോരിയിട്ട് ഇതൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എണ്ണ പോയി കിട്ടും. ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ള എല്ലാ ഉണ്ണിയപ്പവും ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു അളവിൽ പൊടികൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 75ഓളം ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അരിപ്പൊടിയിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ സോഫ്റ്റ് സ്വാദുള്ള ഉണ്ണിയപ്പം കിട്ടുന്നത് കുറച്ച് റവയും ഗോതമ്പ് പൊടിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് താഴെ എഴുതണേ. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണം. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.